നിങ്ങളെ മോൻ ആക്സിഡന്റ് ആയി മരിച്ചിക്കണേന്ന്. അജയരെ നിങ്ങളിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. പോയൊരു പോയില്ലേ, ഇപ്പൊ അതിങ്ങനെ ചിന്തിച്ചിരുന്ന് നിങ്ങൾക്ക് ഓരോന്ന് വരുത്തി വെക്കല്ലേ. സാരല്ലേളാപ്പാ, അത് അച്ചു പറഞ്ഞ മാതിരി തന്നെ നമുക്ക് നമ്മോട് സമാധാനിക്കാം. അതൊന്നും സാരില്ല. അനക്കിഞ്ഞിപ്പോ അവിടെ ഒരു വണ്ടി കൊണ്ടുപോകാനുള്ള വഴിയാണെങ്കിലും ചെടുത്തോ. ഞാൻ കെട്ടിപ്പിടിച്ച് കുറേ സ്വത്തും മുതലൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഒക്കെ എൻ്റെ ആ ചെക്കന് വേണ്ടിയിട്ടല്ലായിരുന്നില്ലേ. അവൻ പോയില്ലേ. ഇനി ഒരു വണ്ടി കൊണ്ടുപോകാനുള്ള സ്ഥലം തന്നെ അവിടെ എടുത്തോ. ഞാൻ വീണപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം തരാജ്ജല്ല ഉണ്ടായിരുന്നത്. ഇക്കാലത്ത് ഇനി സ്വത്തും മൂലം ഒന്നുമല്ല, ജാതി മതവും ഒന്നും ഉണ്ടായിട്ടൊരു കാര്യമില്ല. ഇതുപോലത്തെ ഒരു അയൽക്കാരനാണ് എനിക്ക് ആവശ്യം. അജയരെ, ഷാവുലും ജോർജും ഒക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ. എനിക്കിപ്പോ ഈ അവസരത്തിൽ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഓണാണ് വരുന്നത്. ഈ പ്രാവശ്യത്തെ ഓണം നമുക്ക് എല്ലാരും കൂടി എന്റെ വീട്ടിൽ കൂടാം. അതിനെന്താ അച്ചുവോ? അല്ലേ ജോർജെ, എല്ലാവർക്കും കൂടി ഇന്ന് അവിടെ കൂടാം. ഞാനും അത് പറയാൻ നിൽക്കുകയെന്ന്. എന്നാ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എളാപ്പാ. ആ, മനസ്സമാധാനമില്ല ഇത് സ്വത്തും പോലെ. എന്തായാലും പ്രാവശ്യത്ത് ഓണം അച്ചോട്ടൻ്റെ കൂടെ ഉണ്ടാക്കാം.